എല്ലാവർക്കും ഒരു പുതിയതും അതിമനോഹരവുമായ ഒരു യാത്രയിലേക്ക് സ്വാഗതം. 100 വർഷം മുമ്പ് മണലും ചെറിയൊരു തീരവും മാത്രമായിരുന്നു ദുബായ്. ദുബായ് ക്രീക്ക് ആയിരുന്നു അന്ന് ഇവിടുത്തെ പ്രധാന വ്യാപാര കേന്ദ്രം. എണ്ണ മാത്രമല്ല, ടൂറിസം, വ്യാപാരം, റിയൽ എസ്റ്റേറ്റ് എന്നിവയിലൂടെ ദുബായ് ലോകത്തിൻ്റെ നെറുകയിലെത്തി. ദുബായിലെ ആഡംബര കാറുകളുടെ ചരിത്രവും കഥയും വളരെ കൗതുകമുണർത്തുന്ന ഒന്നാണ്. 60കളിൽ ദുബായിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തി. പണം വന്നു തുടങ്ങിയതോടെ ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർന്നു. മരുഭൂമിയിലെ യാത്രകൾക്കായി ആളുകൾ ടൊയോട്ട ലാൻഡ് ക്രൂസ്, നിസാൻ പെട്രോൾ തുടങ്ങിയ 4 വീൽ ഡ്രൈവ് വണ്ടികൾ ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെ ദുബായ് ഒരു ആഗോള ബിസിനസ് കേന്ദ്രമായി മാറി. ഫെരാരി, ലംബോർഗിനി, പോർഷെ തുടങ്ങിയ സൂപ്പർ കാറുകൾ ദുബായ് നിരത്തുകളിൽ സാധാരണ കാഴ്ചയായി മാറി. ലോകത്ത് എവിടെയും കാണാത്ത അത്ര റോൾസ് റോയ്സ്, ബെന്റ്ലി കാറുകൾ ഇവിടെ വിറ്റഴിക്കപ്പെടാൻ തുടങ്ങി. 2013 ദുബായ് പോലീസ് തങ്ങളുടെ ആദ്യ സൂപ്പർ കാറായ ലംബോർഗിനി അവന്റഡോർ നിരത്തിൽ ഇറക്കിയത്. കുറ്റവാളികളെ പിടിക്കാനല്ല, മറിച്ച് ദുബായിലെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനാണ് ഇത് ചെയ്തത്. ഇന്ന് ദുബായ് പോലീസിൻ്റെ പക്കൽ ബുഗാട്ടി വെയ്റോൺ, ആസ്റ്റൺ മാർട്ടിൻ 177, ഫെരാരി FF തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളുണ്ട്. കൂടാതെ സ്വർണം പൂശിയ കാറുകളും ക്രോം ഫിനിഷിംഗ് ചെയ്ത വണ്ടികളും ഇവിടെ ധാരാളമായി കാണാം. നമ്മളിപ്പോൾ ദുബായ് മറീനയിലാണ്. 1990കളുടെ അവസാനം വരെ ഈ പ്രദേശം വെറുമൊരു മരുഭൂമിയായിരുന്നു. മനുഷ്യനിർമ്മിതമായ ഒരു അത്ഭുതം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ദുബായ് ഭരണാധികാരികൾ ഈ പദ്ധതിക്ക് തുടക്കമിട്ടു. 2000-ൽ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. പേർഷ്യൻ ഗൾഫിൽ നിന്ന് വെള്ളം ഉള്ളിലേക്ക് ഒഴുക്കി 3 കിലോമീറ്റർ നീളമുള്ള ഒരു കൃത്രിമ കനാൽ നിർമ്മിച്ചു. ദുബായിലെ പ്രമുഖ നിർമ്മാതാക്കളായ MR ആണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. കനാലിന് ചുറ്റുമുള്ള കൂറ്റൻ അമ്പര ചുംബികളായ കെട്ടിടങ്ങളും വില്ലകളും ഉയർന്നു വന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത മറീനുകളിൽ ഒന്നാണ് ഇത്. വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രം ആണ് ഇവിടം. നടക്കാനും കാഴ്ചകൾ കാണാനും പറ്റിയ 7 കിലോമീറ്റർ നീളമുള്ള പാതയാണ് മറീന വോക്ക്. കനാലിനോട് ചേർന്ന് കാൽനട യാത്രക്കാർക്കായി നടക്കാനും കാഴ്ചകൾ കാണാനുമായി നിർമ്മിച്ച 7 കിലോമീറ്റർ നീളമുള്ള ഈ പാത 2000-ൻ്റെ മധ്യത്തോടെയാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ദുബായിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. ഇത്രയും നീളമുള്ള ഈ പാതയിൽ 100-ലധികം റെസ്റ്റോറൻറ്റുകളും കഫേകളും കടകളുമുണ്ട്. ആഡംബര യാച്ചുകളും കൂറ്റൻ സ്കൈ സ്കാപ്പറുകളും ഇതിൻ്റെ ഭംഗി കൂട്ടുന്നു.
ഇന്ന് മറീനയിൽ കാണുന്ന ക്രൂസുകൾ പരമ്പരാഗത തടിയുടെ ഭംഗിയും അത്യാധുനിക ലൈറ്റിംഗ് സംവിധാനങ്ങളും ഗ്ലാസ് ജാലകങ്ങളും ചേർത്തുവെച്ച മനോഹരമായ ഡിസൈനിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ക്രൂയിസ് യാത്ര വിനോദസഞ്ചാരികളുടെ ഏറ്റവും വലിയ ആകർഷണമാണ്. 2 മണിക്കൂർ നീളുന്ന യാത്രയിൽ പ്രശസ്തമായ ആകാശത്തൊട്ട് വിളങ്ങുന്ന കെട്ടിടങ്ങൾ കാണാനും തനത് അറബ് ഭക്ഷണങ്ങൾ ആസ്വദിക്കാനും തനൂറ നൃത്തം പോലുള്ള കലാപരിപാടികൾ കാണാനും സാധിക്കും. മറീനയിലെ കെട്ടിടങ്ങളിൽ അത്യാധുനിക LED ലൈറ്റുകൾ വന്നതോടെ രാത്രിയിൽ നഗരം പ്രകാശപൂരിതമായി. കപ്പലുകളിലെ ലൈറ്റുകളും കെട്ടിടങ്ങളിലെ പ്രകാശവും മറീനയെ വെള്ളത്തിൽ പ്രതിഫലിപ്പിച്ച് സഞ്ചാരികൾക്ക് പുതിയ അനുഭവമായി മാറി. ഇന്ന് DJ ലൈറ്റുകളും മ്യൂസിക്കും ചേർന്ന ഫ്ലോട്ടിംഗ് ക്ലബ്ബ് പോലുള്ള യാത്രാ അനുഭവം ദുബായ് മറീന ക്രൂസുകളുടെ പ്രധാന ആകർഷണമാണ്. രണ്ടായിരത്തി 2003 ദുബായ് മറീനയുടെ ആദ്യഘട്ടം പ്രവർത്തനക്ഷമമായതോടെ ആഡംബര ബോട്ട് യാട്ട് സംസ്കാരത്തിന് ഇവിടെ അടിത്തറയായി. 100 കണക്കിന് ആഡംബര കപ്പലുകൾക്കും യാട്ടുകൾക്കും സുരക്ഷിതമായ നങ്കൂരമിടാൻ ഇവിടെ തുടക്കമിട്ടു. ആഡംബര യാട്ടുകളുടെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ദുബായ് മറീന യാട്ട് ക്ലബ്ബ് നിലവിൽ വന്നു. ഇത് അന്താരാഷ്ട്ര യാട്ട് ഉടമകളുടെയും ടൂറിസ്റ്റുകളെയും ഒരുപോലെ ആകർഷിച്ചു. കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ വില കൂടിയതും ആഡംബരപൂർണവുമായ യാട്ടുകൾ നങ്കൂരമിടുന്ന പ്രധാന കേന്ദ്രമായി ദുബായ് മറീന മാറി. കൂടാതെ സഞ്ചാരികൾക്കായി യാട്ട് റൈഡുകളും വാടകയ്ക്ക് നൽകുന്ന സേവനങ്ങളും ആരംഭിച്ചു. ദുബായിയുടെ സമുദ്ര ടൂറിസം മേഖലയ്ക്ക് ഇത് വലിയ വളർച്ച നൽകി. സമ്മറെങ്കിലും കാലാവസ്ഥയ്ക്ക് ചെറിയൊരു മാറ്റം പോലെ. ആകാശം ഇരുണ്ട നീല നിറത്തിൽ മുങ്ങി നിൽക്കുന്നു.
വെള്ളിമേഘങ്ങൾ കൂട്ടത്തോടെ വന്ന് ചന്ദ്രനെ ഒളിപ്പിച്ച് കളിച്ചു. തണുത്ത കാറ്റ് മെല്ലെ വീശിയടിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മേഘങ്ങൾക്കിടയിലൂടെ നിലാവ് ഭൂമിയിലേക്ക് എത്തി നോക്കുന്നു. പ്രകൃതി മുഴുവൻ ഒരു വലിയ നിഴൽ പോലെ ശാന്തമായി ഉറങ്ങുകയാണ്. മഴ പെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണം തന്നെയുണ്ട്. ഈ കാർമേഘരാത്രി മനസ്സിന് വല്ലാത്തൊരു പ്രതീക്ഷ നൽകുന്നു. ദുബായ് മറീനയിൽ ധാരാളം യാച്ചുകൾ നങ്കൂരമിട്ടിട്ടുണ്ട്. ഇവിടെ കാണപ്പെടുന്ന വിവിധ തരം ആഡംബര യാച്ചുകൾ ഇവയൊക്കെയാണ്. ചെറിയ യാച്ച്, അതായത് 40 അടിയോളം നീളം വരും. ചെറിയ കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും ഏകദേശം 12 പേർ വരെ ആൾക്കാർക്ക് ചുരുങ്ങിയ സമയം കടലിൽ ചെലവഴിക്കാൻ ഇത് അനുയോജ്യമാണ്. പിന്നെയുള്ളത് ഇടത്തരം യാച്ചുകൾ. 50 മുതൽ 62 അടി വരെ ആണ് ഇതിൻ്റെ നീളം. ഏകദേശം 12 മുതൽ 20 ആൾക്കാർക്ക് യാത്ര ചെയ്യാനും ചെറിയ പാർട്ടികൾക്കും അനുയോജ്യമായ സൗകര്യങ്ങൾ ഇതിലുണ്ട്. പിന്നീടുള്ളത് 60 മുതൽ 82 അടി വരെ നീളമുള്ള വലിയ യാച്ചുകളാണ്. ഇവയിൽ 50-ലധികം അതിഥികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ സൗകര്യങ്ങളും കിടപ്പുമുറികളും ഉണ്ട്. പിന്നീടുള്ളത് സൂപ്പർ യാച്ചാണ്. അത് 100 അടിയിൽ ഏറെ നീളമുള്ളതും വലിയ ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിങ്ങുകൾക്കും ലോകോത്തര ആഡംബര സൗകര്യങ്ങൾ, അതായത് ജാക്കൂസി, സ്വകാര്യ ഷെഫ് മുതലായവ അടങ്ങുന്നതാണ് ഈ സൂപ്പർ യാച്ചുകൾ. ദുബായ് മറീനയിലും പരിസരങ്ങളിലുമുള്ള ലൈവ് ഫിഷ് റെസ്റ്റോറൻറ്റുകളുടെ ചരിത്രം, സമുദ്ര വിഭവങ്ങളോടുള്ള അറേബ്യൻ നാടിൻ്റെ താല്പര്യവും പ്രവാസികളുടെ, വിശേഷിച്ചും മലയാളികളുടെ സംരംഭക മികവും ഇഴചേർന്ന ഒന്നാണ്. കടലിൽ നിന്ന് പിടിക്കുന്ന മീൻ അതുപോലെ ഫ്രഷായി പാകം ചെയ്ത് നൽകുന്ന രീതി പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. ഉപഭോക്താക്കൾക്ക് നേരിട്ട് ഈ ടാങ്കുകളിൽ നിന്നോ ഡിസ്പ്ലേയിൽ നിന്നോ തങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ തിരഞ്ഞെടുത്ത് തത്സമയം ഗ്രിൽ ചെയ്തോ പൊരിച്ചോ കറി വെച്ചോ കഴിക്കാനുള്ള സൗകര്യം മറീനയിലെ ഈ റെസ്റ്റോറൻറ്റുകളിൽ നൽകി തുടങ്ങി. കേരളീയ ശൈലിയിലുള്ള മീൻ കറികളും മസാലകളും അറബിക് ശൈലിയിലുള്ള ലൈവ് ഫിഷ് കുക്കിങ്ങുമായി ചേർന്ന് പുതിയൊരു ഭക്ഷണ സംസ്കാരത്തിന് ഇവിടെ തുടക്കമായി. പഴയ ദെയ്റ മാർക്കറ്റിൽ തുടങ്ങി പിന്നീട് ആധുനിക വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്കും മറീന മേഖലയിലേക്കും ഫ്രഷ് ഫിഷ് സംസ്കാരം വ്യാപിച്ചു. ഇത് ദുബായ് RTA വാട്ടർ ടാക്സി. ഇതിലൊന്ന് കയറി യാത്ര ചെയ്യാൻ പോവുകയാണ്. 2005 RTA രൂപീകൃതമായതോടെ ദുബായിലെ പരമ്പരാഗത ജലഗതാഗത മാർഗങ്ങൾ കൂടുതൽ നവീകരിക്കപ്പെട്ടു. മറീന ടെറസ്, മറീന വോക്ക്, ദുബായ് മറീന മോൾ, മറൈൻ പ്രൊമനേഡ്, ബ്ലൂ വാട്ടേഴ്സ് തുടങ്ങിയ പ്രധാന സ്റ്റേഷനുകളെ വാട്ടർ ടാക്സി ബന്ധിപ്പിക്കുന്നു. നമുക്ക് സേഫായി ടാക്സിയിൽ കയറാനുള്ള പാസേജാണിത്. എയർ കണ്ടീഷൻ ചെയ്ത ഉൾഭാഗം നല്ല വെടിപ്പാക്കി ഇട്ടിരിക്കുന്നു. നല്ല സ്പേഷ്യസായ സീറ്റുകൾ. 20 പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാവുന്ന ടാക്സിയാണിത്. ഇപ്പോൾ ഞാൻ മാത്രമുണ്ട്. ദുബായ് മറൈൻ വോക്ക് കുറേ നേരം നടന്ന ശേഷമാണ് ടാക്സിയിൽ കയറിയത്. ഇനി വാട്ടർ ടാക്സിയിലൂടെ കൂടുതൽ കാഴ്ചകൾ ഒപ്പിയെടുക്കാം എന്ന് കരുതുന്നു. ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. കൂടുതൽ നല്ല കാഴ്ചകളുമായി എത്തുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.